ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്ന് വേഗത്തിൽ നമ്മൾ പരിശോധിച്ചാൽ, ഒന്ന് പത്താംകോട്ടിൽ ബ്ലാക്ക് ഔട്ട് പിൻവലിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് ഉധംപൂരിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ഉറി മേഖലയിലെ ഷെല്ലാക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടെന്നും ഒരാൾക്ക് പരിക്കേറ്റു എന്നുമുള്ള റിപ്പോർട്ടുകൾ വരുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സേനാ മേധാവിമാരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കര, വ്യോമ, നാവിക മേധാവിമാരുമായും ഒപ്പം സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാനുമായും അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തും. ഇതിനൊക്കെ പുറമെ മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു വിവരം വരുന്നത് ജമ്മുവിൽ വീണ്ടും സ്ഫോടന ശബ്ദം കേട്ടു എന്നുള്ളതാണ്. ജനങ്ങൾ പരിഭ്രാന്തരായി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതിനൊപ്പം മറ്റൊന്ന്, ഈ ചെനാബ് നദിയിലെ സലാൽ ഡാമിന്റെ ഒന്നിലധികം ഷട്ടറുകൾ തുറന്നിരിക്കുന്നു എന്ന വിവരം കൂടി ഈ പകൽ ഈ സമയം പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങളും സൈനിക നടപടിയുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നു. രണ്ട് രാജ്യങ്ങളും പ്രകോപനവുമായി മുന്നോട്ട് പോകുന്നു. ഇനി നമ്മളൊരു പ്രതികരണത്തിലേക്കാണ് പോകുന്നത്. तो कल जब ये उड़ी में शेलिंग स्टार्ट हुई, ज़बरदस्त शेलिंग स्टार्ट हुई, तो ये मेरी भाभी जो है ये राजरवानी उड़ी में रहते हैं, तो इनने सोचा कि शेलिंग ज़्यादा हुई तो क्यों ना मैं यहाँ से निकल जाऊँ, यहाँ से बच्चों को लेकर निकल जाऊँ। तो ये यूँ ही वहाँ से निकले, गाड़ी में निकले ये, तो मोहरा के मुकाम पर इनको वहाँ से शल आया, तो सीधा गाड़ी के बैक साइड में लगाओ, तो इनको कट लगा, एक यहाँ पे कट लगा, एक यहाँ पे कट लगा। तो दूसरी भाभी में मेरी साथ थी, उनको सिर में लगी। तो वहाँ से फिर ये मोहरा चले गए, मोहरा हॉस्पिटल में चले गए, वहाँ से उन्हें रेफ़र किया बारामूला, लेकिन हम भी यहाँ तब तक हम भी यहाँ पहुँचे, लेकिन इनके रास्ते में डेथ हो गई थी. ഉറിയിൽ വെടിയേറ്റ് മരിച്ച സ്ത്രീയുടെ ബന്ധുവിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. പൂഞ്ചിലും രജൌരിയിലുമൊക്കെ ഇപ്പോഴും പാക് ഷെല്ലിംഗ് തുടരുന്നുണ്ട്. അങ്ങനെ ഇന്നലെ രാത്രിയിൽ നമ്മൾ കണ്ടതിന് ഏറെക്കുറെ സമാനമായ സാഹചര്യം ഇപ്പോഴും അതിർത്തികളിൽ നിലനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളൊക്കെ അനുസരിച്ച്. പക്ഷേ ഇതിലൊക്കെ ഒരു സ്ഥിരീകരണം വരണമെങ്കിൽ നടന്ന സംഭവം എന്താണ്, കാഷ്വാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, എന്തായിരുന്നു പ്രകോപനം, ഇന്ത്യ ലക്ഷ്യം വെച്ചത് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനിയൊരു സ്ഥിരീകരണം വരണമെങ്കിൽ നമ്മൾ 10 മണി വരെ കാത്തിരുന്നേ മതിയാവുകയുള്ളൂ. 10 മണിക്ക് വിദേശ പ്രതിരോധ മന്ത്രാലയങ്ങളുടെ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഈ സമ്മേളനത്തിലായിരിക്കും ഈ കഴിഞ്ഞ ദിവസത്തേതൊക്കെ പോലെ വിക്രം മിശ്രി അടക്കമുള്ളവർ എത്തി ഇക്കാര്യങ്ങൾ വിശദീകരിക്കുക.